ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലഡാക്കിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക ടാങ്ക് മുങ്ങിയ അപകടം, 5 സൈനികർക്ക് വീരമൃത്യു. നദി മുറിച്ചു കടന്ന് സൈനിക പരിശീലനം നടത്തുമ്പോൾ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയായിരുന്നു. ഗാൽവൻ താഴ്വരയ്ക്ക് സമീപം ദൗലത്ത് ബേഗ് ഓൾഡിയിലാണ് അപകടമുണ്ടായത്. ഉന്നത പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി. അപകടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ആർക്കെ ഔദ്യോഗികമായി ആർമി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് അപകടം ഉണ്ടായത്? കൂടുതൽ ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ആ നിലയിൽ മറ്റു വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയൻ, ഇതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയാവുന്നത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ സംഭവം ഇങ്ങനെയാണ് നടക്കുന്നത്. രാവിലെ പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടി അടുത്താണ് ഈ പരിശീലനം ആരംഭിക്കുന്നത്. ആ സമയത്താണ് നദിയിൽ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിജയൻ അറിയാവുന്നതുപോലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഈ പ്രദേശം ഉള്ളത്. ദൗലത്ത് ബേഗ് ഓൾഡി എന്നുള്ള ഈ മേഖലയിലെ മന്ദിർ മോർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പരിശീലനം സംഘടിപ്പിച്ചിരുന്നത്. കോൺവോയ് ശൈലിയിലാണ് ഈ ടാങ്കുകൾ ഈ നദി മുറിച്ചു കടക്കാനായിട്ടുള്ള ശ്രമം പരിശീലനം നടത്തിയിരുന്നത്. അതിനിടെയാണ് ഈ വെള്ളം വേഗത്തിൽ കൂടുന്ന ഒരു നില ഉണ്ടാകുന്നത്. തുടർന്നാണ് അപകടം ഉണ്ടായത്. 5 സൈനികർക്ക് വീരമൃത്യു എന്ന വിധത്തിലാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ദുഃഖകരമായിട്ടുള്ള വാർത്ത. ഒരു സൈനികന്റെ ഭൗതിക ശരീരം ഇതിനകം കണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ ഭൗതിക ശരീരം കണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. അവർ ഈ വെള്ളത്തിനടിയിൽപ്പെട്ടതാണ്. രക്ഷിക്കാനായി ഇനി ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങളും വിവരങ്ങളായി പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ പരിശീലനത്തിനിടെ ഉണ്ടായ അപകടം തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടായ അപകടം. അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് ഉന്നത സൈനിക നേതൃത്വം അവിടേക്ക് തിരിക്കുന്നുണ്ട്. വിജയൻ, അപകടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം അറിയിച്ചു. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LACക്ക് അടുത്താണ് ഈ അപകടം ഉണ്ടായത്. നദി മുറിച്ചു കടന്ന് പരിശീലനം നടത്തുന്നതിനിടയിൽ നദിയിൽ ക്രമാതീതമായി വെള്ളമെത്തുകയും അങ്ങനെ ടാങ്ക് പൂർണ്ണമായി മുങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ സേനാ വിഭാഗം വൈകാതെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിക്കും എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMനെ പ്രതി ചേർത്തതിന് പിന്നാലെ കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ ED. നേതാക്കളെ പ്രതി ചേർത്ത് തുടർ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. അതേസമയം നടപടിയെ നിയമപരമായി നേരിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPMനെതിരെ എന്തടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു. സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പ്രതികരണം. തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോൾ CPMൻ്റെ മേലെ പഴിയാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. രാഷ്ട്രീയമായ പ്രതികളോട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. CPMനെതിരായിട്ട് വരുന്നു എന്ന് അവർ പറയുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് CPMനെതിരായിട്ട് വരിക? രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ ഇതൊരു വേട്ടയാണ്. ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം എന്നറിയില്ല. അല്ല, അത് മരവിപ്പിച്ചിരിക്കുകയല്ലേ, അതിപ്പോൾ കേസായിട്ട് നിൽക്കണം. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് പറയട്ടെ, അറിയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കങ്ങളുണ്ടോ ഇല്ലയോ, ഇത് ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാനങ്ങനെ മുൻകൂർ പ്രതികരിക്കാൻ കഴിയില്ല. കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ്. അത് അറിയില്ല, അറിഞ്ഞതിന് ശേഷം പറയും. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന CPMന് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ സുതാര്യത ഇല്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പരിഹസിച്ചു. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ്. സുതാര്യതയുടെ വക്താക്കളായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ഞങ്ങൾ കേസ് കൊടുത്തത് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ സുതാര്യത കള്ളപ്പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ളവായ്പയെടുത്ത്, ബിനാമി പേരുകളിൽ കള്ളവായ്പയെടുത്ത് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ, പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ
ഈ സുതാര്യതയൊക്കെ എവിടെ പോയി? അതേസമയം CPM-ന്റെ അക്കൗണ്ടും സ്വത്തുക്കളും കണ്ടുകെട്ടിയ ED നടപടിയിൽ പ്രതികരിക്കാൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തയ്യാറായില്ല. സംസ്ഥാന നേതാക്കൾ മറുപടി പറയുമെന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇപ്പോൾ കേൾക്കുന്നത് ED-യുടെ തുടർ കുറ്റപത്രം ഉടൻ ഉണ്ടാകും, അതിൽ മറ്റു ചില നേതാക്കളുടെ പേരുകൂടി പ്രതിപട്ടികയിലേക്ക് എത്തും എന്നാണ്. അപ്പോൾ നീക്കങ്ങൾ കുറെ കൂടി ശക്തമാക്കുകയാണ് അന്വേഷണ ഏജൻസി. എന്താണ് CPM-ന്റെ നിലപാട്? എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? എന്തെങ്കിലും വിശദീകരണങ്ങളോ മറ്റോ ലഭ്യമാണോ നേതാക്കളിൽ നിന്ന്? വിജയകുമാർ, നിയമപരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് CPM ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇതുവരെയും ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് സംബന്ധിച്ച് CPM നേതൃത്വത്തിന് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല. അതിനുശേഷം മാത്രം പ്രതികരണം എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ട നടത്തുന്നു എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ED ആകട്ടെ കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുന്ന സമീപനത്തിലേക്ക് എത്തുന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും അതുപോലെ തന്നെ മുൻ മന്ത്രി AC മൊയ്തീനെയും എല്ലാം ഈ അടുത്ത ഘട്ട കുറ്റപത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. CPM-നെ സംബന്ധിച്ച് ജില്ലയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഈ കരുവന്നൂർ ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയുടെ 5 സെന്റ് ഭൂമിയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയിരിക്കുന്നു. അങ്ങനെ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലേക്ക് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ തള്ളിവിടുന്നു എന്നൊരു വിലയിരുത്തലാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെ നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാന വഴിത്തിരിവ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഈ ബാങ്കിലെ തുക ഉപയോഗിച്ചുകൊണ്ട് CPM അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഈ ബാങ്കിൽ നിന്ന് തുക ഉപയോഗിച്ചു എന്നൊരു പരാതി മുൻ MLA കൂടിയായിട്ടുള്ള അനിലക്കര, നിലവിൽ AICC അംഗമാണ്, അദ്ദേഹം നൽകിയിരുന്നു. അതിൽ ക്രൈംബ്രാഞ്ച് അനിലക്കരയുടെ മൊഴി അല്പസമയം മുമ്പ് ഈ രാമനിലയത്തിൽ വെച്ച് രേഖപ്പെടുത്തി തൃശ്ശൂരിൽ. അതിനുശേഷം ഇപ്പോൾ അനിലക്കര മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഒരു കാരണവശാലും CPM ജില്ലാ കമ്മിറ്റി ഇങ്ങനെ പണം പിൻവലിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻ്റ് ആയിരുന്നത്. അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയെ പ്രതിയാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൃത്യമായി ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PK ബിജുവിന് ഉപയോഗിച്ച തുക അത് കരുവന്നൂർ, കുട്ടനല്ലൂർ തുടങ്ങിയ സർവീസ് സഹകരണ ബാങ്കുകളിലെ അനധികൃത വായ്പയുടെ കമ്മീഷനാണ്. അതുപോലെ തന്നെ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ ഉപയോഗിച്ച സംഖ്യ അത് ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരല്ല ഇരിഞ്ഞാലക്കുട, കുന്നംകുളം തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിലും ഈ തുക ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 4 തെരഞ്ഞെടുപ്പുകളിൽ 8 കോടി രൂപയോളമാണ് ഉപയോഗിച്ചത്. ഇപ്പം നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഒന്ന് MM വർഗീസിനെയും PK ബിജുവിനെയും അതുപോലെ തന്നെ MK കണ്ണനെയും. ഈ 3 ആളുകളാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലുള്ളതും. യഥാർത്ഥത്തിൽ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി എൻ്റെ പണം കൂടുതലായി, ഈ കള്ളപ്പണം കൂടുതലായി തെരഞ്ഞെടുപ്പുകളുടെ ചെലവിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണൻ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ കള്ളപ്പണം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ ഇവരോടൊപ്പം ചോദ്യം ചെയ്യേണ്ടതും പ്രതി ചേർക്കേണ്ടതുമായ പ്രതിയാണ് K രാധാകൃഷ്ണൻ എന്ന മൊഴിയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 8 കോടി രൂപയാണ് CPM ജില്ലാ കമ്മിറ്റി ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒഴികെ 3 തെരഞ്ഞെടുപ്പുകളിൽ ഈ കള്ളപ്പണം തെരഞ്ഞെടുപ്പുകളിൽ വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് CPM-ൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഇന്ന് ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണനാണ്. ഈ തുക കൂടുതലായി CPM ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണം. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ എത്ര ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കരുവന്നൂരും കുട്ടനല്ലൂരും അയ്യന്തോളും പെരിങ്ങണ്ടൂരും ഉൾപ്പെടെ കുറുക്കഞ്ചേരിയും ഉൾപ്പെടെ ഏതൊക്കെ സർവീസ് സഹകരണ ബാങ്കിലേതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ K രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 4 തെരഞ്ഞെടുപ്പുകളിൽ CPM-ൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഈ പണം ഉപയോഗിച്ചിട്ടുള്ളത് കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPM-ൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അംഗീകാരം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന അതിൻ്റെ അംഗീകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM-IM-ൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നതിൻ്റെ
അംഗീകാരം റദ്ദാക്കണം. കാരണം ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രമായ സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കുകയും ആ കൊള്ളയടിച്ചതിൻ്റെ അല്ലെങ്കിൽ വ്യാജമായ വായ്പ കൊടുത്തതിൻ്റെ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് CPM തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ CPMന് രാഷ്ട്രീയമായി തുടരാനുള്ള അർഹതയില്ല. ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, MK കണ്ണനെയും അനിൽ അക്കര ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ ശേഷം ഈ വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. മറ്റ് ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി ഗവർണറും സർക്കാരും വീണ്ടും കൊമ്പ് കോർക്കുന്നു. VC നിയമനങ്ങൾക്കായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനമിറക്കിയിരുന്നു. എന്നാൽ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമായിട്ടില്ലെന്നും കേസ് നിലനിൽക്കുകയാണെന്നുമാണ് സർക്കാർ വാദം. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കേരളത്തിലെ 10ലധികം യൂണിവേഴ്സിറ്റികളിൽ VCമാരില്ല. അതിൽ ആരും വ്യാകുലപ്പെടുന്നില്ലെന്നും ഗവർണർ വിമർശിച്ചു. I have been trying to persuade them, sending them reminders again and again for last 1 year. In the case of Kerala University, 6 reminders have gone. And the last meeting which was convened for the purpose, the education minister reached there and she disturbed the meeting. So if they are doing it willfully, no, they were not. They have passed resolutions that the presence of the university nominee is not necessary under the UGC regulation. They have passed a resolution. VA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഗിരീഷ്, വീണ്ടും ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലാണോ ചാൻസലറും സർക്കാരും? വിജയകുമാർ, സർവകലാശാല VC നിയമനത്തെ ചൊല്ലി വീണ്ടും സർക്കാരും ഗവർണറും ഏറ്റുമുട്ടുകയാണ്. 6 സർവകലാശാലകളിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതാണ് പുതിയ പോരിന് ഇടയാക്കുന്നത്. എന്നാൽ ഇതിനെ ഗവർണർ ന്യായീകരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഗവർണർ പ്രതികരിച്ചത് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് തന്നെ ആർക്കും പറയാനാകില്ല, സർക്കാർ അവരുടെ കടമ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ സ്ഥിരം VCമാരില്ല. ഇത് ആരെയും ആശങ്കപ്പെടുത്തുന്നില്ല എന്നും ഗവർണർ സർക്കാരിന് നേരെ പരോക്ഷ വിമർശനമായി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളുണ്ട്, ഇതിൽ രാഷ്ട്രപതി ഒപ്പിട്ടിട്ടില്ല. ഇതേ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ ചോദിക്കുന്നത്. നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. ഈ 6 സർവകലാശാലകളുടെ സിൻഡിക്കേറ്റോടും കോടതിയെ സമീപിക്കുന്നതിനായി ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, യെസ്, കേരളത്തിലെ 10ലധികം സർവകലാശാലകളിൽ VCമാരില്ല, അതിൽ ആർക്കും വ്യാകുലതയില്ല എന്നാണ് ഗവർണർ ഇന്ന് വിമർശിച്ചത്. വീണ്ടും സർക്കാരും ഗവർണറും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. കളിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ ഒളിവിലുള്ള സുനിൽകുമാറിന്റെ കാർ കന്യാകുമാരി കുലശേഖരത്ത് കണ്ടെത്തി. ഉപേക്ഷിച്ച നിലയിലാണ് കാർ കണ്ടെത്തിയത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ സുനിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ കാർ അവിടെ ഉപേക്ഷിച്ച് പോകാനിടയായ സാഹചര്യം എന്താണ്? പോലീസ് എന്താണ് അറിയിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, ഈ 2 ദിവസമായി പോലീസ് ഈ സുനിൽകുമാറിന്റെ പുറകിലാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 4 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് സുനിൽകുമാറിന് വേണ്ടി തമിഴ്നാട് പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായി തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ സുനിൽകുമാറിനെ ഇതുവരെയ്ക്കും ആയിട്ടില്ലായിരുന്നു. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഇയാളുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കന്യാകുമാരിക്കടുത്തുള്ള കുലശേഖരം എന്ന സ്ഥലത്ത് റോഡ് വശത്ത് ഉപേക്ഷിച്ച നിലയിൽ സുനിൽകുമാറിന്റെ കാർ പോലീസ് കണ്ടെത്തുന്നത്. ഈ കാർ ഇപ്പോൾ തക്കല DYSP ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുനിൽകുമാർ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് ഇതോടെ പോലീസ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സുനിൽകുമാറിനെ തേടി ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അജീഷ്, ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിക്ക് എത്തിച്ചു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഈ സുനിൽകുമാറിന് ഇതിനുള്ള റോൾ എന്താണ് എന്നത് സംബന്ധിച്ച് പ്രതി കാര്യമായിട്ടൊന്നും അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ, അല്ലേ? വിജയകുമാർ, ഈ 1ാം പ്രതി, അതായത് ഈ അമ്പിളി എന്ന സജികുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന്
സജികുമാർ പറഞ്ഞത് തനിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും മാസ്കും അടക്കം നൽകിയത് ഈ സുനിൽകുമാർ എന്നാണ്. പക്ഷേ ഈ സുനിൽകുമാറിന്റെ സുഹൃത്തായ പ്രദീപ് ചന്ദ്രനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായത് നേരത്തെ തന്നെ, അതായത് 1 മാസങ്ങൾക്ക് മുൻപേ തന്നെ ഒരു മദ്യപാന സദസ്സിനിടയിൽ വെച്ച് ഈ അമ്പിളി താൻ ഒരാളെ കൊല്ലാൻ പോകുന്നു എന്ന വിവരം ഇവർ 3 പേരോടും പറഞ്ഞിരുന്നുവെന്നാണ്. അതിനനുസരിച്ച് ഈ 24-ാം തീയതി കളിയിക്കാവിളയിലേക്ക് അമ്പിളിയെ ഡ്രോപ്പ് ചെയ്തത്, കാറിൽ കൊണ്ട് ഇറക്കി വിട്ടത് ഈ പ്രദീപ് ചന്ദ്രനും ഈ സുനിൽകുമാറുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമായ പങ്ക്, അതായത് ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഈ സുനിൽകുമാറിനാണ്. കാരണം ഇയാൾക്ക് മുൻകൂട്ടി ഈ ദീപുവിനെ കൊല്ലാൻ പോകുന്നെന്ന വിവരം അറിയാമായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. യെസ്, ഒളിവിലുള്ള സുനിൽകുമാറിന്റെ കാറ് ഉപേക്ഷിച്ച നിലയിലാണ് കന്യാകുമാരി കുലശേഖരത്ത് കണ്ടെത്തിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. ഗൂഢാലോചനയിൽ പങ്കുണ്ട് ഒളിവിലുള്ള സുനിൽകുമാറിനെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ട്, കണ്ണൂരിൽ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ. കൊട്ടിയൂർ, ആറളം, അടയ്ക്കാത്തോട് മേഖലകളിലാണ് തണ്ടർബോൾട്ട് സംഘവും പോലീസും പരിശോധന നടത്തുന്നത്. വയനാട്ടിൽ കുഴിബോംബ് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ മേഖലയിൽ വലിയ പരിശോധന പുരോഗമിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, ഈ മക്കിമലയിലെ കുഴിബോംബ് ശേഖരം അതൊരു വലിയ സ്ഫോടനത്തിൻ്റെ തുടക്കമോ പരിശീലനമോ ഒക്കെയാണ് എന്ന് സംശയം പോലീസിനുണ്ട്. ആ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഈ വ്യാപക പരിശോധന ഇപ്പോൾ നടക്കുന്നതല്ലേ? വിജയകുമാർ, വയനാട് മക്കിമലയിൽ ഈ കുഴിബോംബ് കണ്ടെത്തിയതിന് പിന്നാലെ ATS കർശന ജാഗ്രതാ നിർദ്ദേശം വിവിധ ഇടങ്ങളിലേക്ക് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് കണ്ണൂരിലത്തെ ഇപ്പോഴത്തെ പരിശോധന. കണ്ണൂരിലെ മലയോര വനാതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് സംഘങ്ങൾ തുടർച്ചയായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയതും സ്ഥിരീകരിച്ചതുമാണ്. അയ്യൻകുന്നിൽ നേരത്തെ വെടിവെപ്പടക്കം ഉണ്ടായതുമാണ്. ഇതടക്കമുള്ള മേഖലകളിൽ തുടർച്ചയായ പരിശോധനകൾ വേണം എന്നത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കണ്ണൂരിലെ കൊട്ടിയൂർ, ആറളം, അടയ്ക്കാത്തോട് മേഖലകൾ നേരത്തെ തന്നെ പലതവണ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളാണ്. അവിടങ്ങളിൽ തണ്ടർബോൾട്ട് സംഘം ഒപ്പം പോലീസ് ബോംബ് സ്ക്വാഡ് കൂടി ചേർന്നാണ് പരിശോധന നടത്തുന്നത്. പലയിടങ്ങളിലും സമാനമായി ആയുധങ്ങൾ ശേഖരിക്കുകയോ ബോംബുകളടക്കമുള്ള ആയുധങ്ങൾ ശേഖരിക്കുകയോ സൂക്ഷിക്കുകയോ അത്തരം പരിശീലനങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതിന്റെ ഭാഗമായാണ് ATS പ്രത്യേകമായി തന്നെ ആ കേസുകളെ കാണുകയും പരിശോധിക്കുകയും ചെയ്തത്. അതിന്റെ കൂടി ഭാഗമായാണ് ഇത്തരം പരിശോധന. മേഖല കേന്ദ്രീകരിച്ച് ഈ ഇടങ്ങളിൽ പ്രധാനമായും ആറളം, കൊട്ടിയൂർ, കേളകം, അയ്യൻകുന്ന് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളുടെ വിവിധ പ്രദേശങ്ങൾ, വനാതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വ്യാപക പരിശോധനയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുണ്ട്, പലയിടങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട്. അടയ്ക്കാത്തോട് മേഖലകളിൽ ഇപ്പോൾ ഈ പരിശോധന വളരെ ഊർജിതമായി തുടരുന്നുണ്ട്. മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം, അതായത് നേരത്തെ ഇവിടെ തന്നെ മാവോയിസ്റ്റുകളുടെ ഒരു പരിശീലന ക്യാമ്പ് അയ്യൻകുന്നിൽ നടന്നിരുന്നു. അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടേക്ക് തണ്ടർബോൾട്ട് സംഘം പോവുകയും അത് വെടിവെപ്പിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. പക്ഷേ മാവോയിസ്റ്റുകളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ആ മേഖലയിൽ നിന്ന് അന്ന്. പക്ഷേ ഇത്തരം ഇടങ്ങളിൽ വ്യാപകമായ ഒരു കോറിഡോർ തന്നെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് പ്രത്യേകമായും ഇപ്പോൾ ഈ മക്കിമല സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിലുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നുമുണ്ട്. വിജയകുമാർ. സജോ, ഈ കബനി, നാടുകാണി ദളം, അപ്പോൾ ഈ ദളം ഇടയ്ക്ക് ദുർബലമായി എന്ന സർക്കാർ അല്ലെങ്കിൽ പോലീസ് കരുതി. പക്ഷേ അങ്ങനെയെല്ലാം ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പുതിയ സൂചനകൾ ഈ മക്കിമലയിലെ ബോംബ് ശേഖരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ ഏജൻസികൾക്ക്, തണ്ടർബോൾട്ടിനൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ മേഖലയിൽ കുറെ കൂടി ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സജീവമാകുന്നു എന്ന ഒരു ആശങ്കയുണ്ടോ? ഈ കാടടച്ചുള്ള തെരച്ചിലൊക്കെ അതാണോ വ്യക്തമാക്കുന്നത്? വിജയകുമാർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട ഒരു കാര്യം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാവോയിസ്റ്റുകൾ, അതായത് നേരത്തെ നമ്മുടെ ഉത്തരേന്ത്യയിലെ റെഡ് കോറിഡോറിൽ ഉൾപ്പെട്ട, അവിടെ വിപുലമായ ആയുധ പരിശീലനവും മറ്റുമൊക്കെ നടക്കാറുള്ള മേഖലയാണ്. അവിടെ നിന്ന് പരിശീലനം സിദ്ധിച്ച ആളുകൾ ഈ മേഖലയിലേക്ക്, അതായത് കബനി ദളത്തിൻ്റെ ഭാഗമായ കേരള കർണാടക അതിർത്തിയുടെ ഭാഗമായ വനമേഖലയിലെ ക്യാമ്പുകളിലേക്ക് എത്തി എന്നൊരു വിവരം നേരത്തെ പുറത്തു വന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ ആ സ്ഥലത്തു നിന്നും എത്തി ഇവിടത്തെ ക്യാമ്പുകളിലേക്ക് എത്തുന്നു. ഇവിടെ വിപുലമായ രക്തസാക്ഷി ദിനാചരണങ്ങൾ, പരിശീലനങ്ങൾ, ക്യാമ്പുകൾ എന്നിവ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുന്നു എന്നതും രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ
ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മക്കിമലയിൽ കുഴിബോംബ് കണ്ടെത്തുന്നത്. ഇത് നൽകുന്നൊരു സൂചനയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വിശദമായ പരിശോധനകളിലേക്ക് കടക്കണമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു. ഈ സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കം, സാധാരണ കേരളത്തിൽ നിന്നോ കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഭാഗമായ മാവോയിസ്റ്റുകളാണ് പൊതുവെ കേരള അതിർത്തിയിൽ ഉണ്ടാകാറ്. അതിനു പകരം ഈ റെഡ് കോറിഡോറിൽ ഉൾപ്പെട്ട ആളുകൾ, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ വരെ ഇവിടെ എത്തി പരിശീലനത്തിലും മറ്റും നേതൃത്വം നൽകുന്നു എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കുറെ കൂടി അലാമിംഗ് ആണ്. അതുകൂടി പരിഗണിച്ചാണ് വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നത്. വിജയകുമാർ. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊട്ടിയൂർ, ആറളം, അടയ്ക്കാത്തോട് ഈ മേഖലകളിലാണ് തണ്ടർബോൾട്ട് സംഘം പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നത്. വയനാട്ടിൽ മക്കിമലയിൽ കുഴിബോംബ് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ശക്തമായ പരിശോധന ഈ വനമേഖലയിൽ നടക്കുന്നത്. സജോ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധത്തിൽ പോലീസുമായി സംഘർഷം. CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് BJP ആസ്ഥാനത്തേക്കാണ് മാർച്ച് നടന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, മാർച്ച് നേരത്തെ പോലീസ് വളരെ ദൂരെ വെച്ച് തന്നെ തടഞ്ഞിരുന്നു. കാര്യങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി പ്രതിഷേധമാണ്. BJP ആസ്ഥാനത്തേക്കാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ഡൽഹി പോലീസ് BJP ആസ്ഥാനത്തിന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ BJP ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. പോലീസ് അത് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. തുടർന്ന് ഇതാ പ്രവർത്തകരിപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകൾ അടക്കമുള്ള പ്രതിഷേധക്കാരാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. നിലവിൽ പോലീസ് സ്ഥലത്ത് തന്നെ തുടരുന്നു. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം തന്നെ സംഭവ സ്ഥലത്ത് ഉണ്ട്. 250ഓളം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരും കൂടാതെ കേന്ദ്രസേനയും ദ്രുതകർമ്മസേനയും ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നു. BJP ഓഫീസിലേക്ക് പോകുന്ന വഴി പൂർണ്ണമായും ഉയരമുള്ള ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ആം ആദ്മി പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പോലീസ് ആകട്ടെ ഈ BJP ആസ്ഥാനത്തിന് സമീപത്തേക്ക് നീങ്ങാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകണമെന്നും ജനങ്ങൾക്ക് യാത്രാ തടസ്സമുണ്ടാക്കുന്നതാണ് ഈ പ്രതിഷേധമെന്നും അല്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് നീക്കും എന്നും പോലീസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പ്രതിഷേധം ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുകയാണ്. ഏത് ഘട്ടത്തിലും സംഘർഷത്തിലേക്ക് എത്താവുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നേരത്തെ ഉണ്ടായ ഉന്തിനും തള്ളിനും ശേഷമാണ് ആം ആദ്മി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് BJP ആസ്ഥാനത്തേക്കാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രവർത്തകരെ അല്പസമയത്തിനകം അറസ്റ്റ് ചെയ്തു നീക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്ന സൂചനയുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.